കണ്ണനും തന്നതായത് അടിയറയിൽ നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ. സ്കിറ്റിനെ കുറിച്ച് ഒരു വാക്ക്. ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം. ഇതിൽ ആരുടെയെങ്കിലും ജീവിത സാഹചര്യവുമായി സാമ്യമുണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രം. ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമം ചെറുപ്ലാശ്ശേരി. 1970 കാലഘട്ടം. പരിഷ്കാരം തെല്ലും തൊട്ടു തീണ്ടാത്ത ചെറുപ്ലാശ്ശേരി. നിഷ്കളങ്കരായ ഗ്രാമവാസികളുടെ അരങ്ങേറിയ ഒരു വിവാഹാലോചനയുടെ ഹാസ്യ ആവിഷ്കാരം. മലയാള സിനിമാ നാടകവേദിക്ക് പുത്തൻ ഉണർവ് പകരുന്ന യുവ സംവിധായകൻ ശ്രീ ബിജി പണ്ഡിറ്റ് ഒരുക്കുന്ന ഒരു അപൂർവ ഹാസ്യകാവ്യം. നിങ്ങളുടെ ഏവരുടെയും സഹകരണവും പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ചെറുപ്ലാശ്ശേരി ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വാടി മറിയക്കുട്ടി നീയാണെന്റെ തങ്കക്കട്ടി നീയാണെന്റെ പൊന്നും കട്ടി നീ എന്റെ എന്നെ കണ്ട കുടിക്കാൻ ചിരി കണ്ണീരാടി. ഇങ്ങോട്ട് മാറ മനുഷ്യ. ഇവിടെ എങ്ങും ആരുമില്ല. അല്ല, ആരുമില്ലാന്നറിയാം, എന്നാലും വെറുതെ ചോദിച്ചതാ. ഇത്രയും നാള് ബാല കളിച്ച് നടന്നിട്ട് കിട്ടിയതാ. ഈ നശിച്ച ആരെവിടെയും ആ പഴഞ്ചം പാടും. ഓ എന്റെ പൊന്നു മഹാരാജാവേ, നമ്മുടെ മകനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞ ബ്രോക്കർ ഇന്നെങ്ങാനും വരികയോ? കഥാപ്രസംഗ പരിപാടിയൊക്കെ നിർത്തി അയാൾക്ക് പിതാ പടി. സമ്പൂജ്യരായ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ. അയ്യോ, ഇതാരാ? അറിയില്ലേ? ഇതാണ് ചെറുക്കന്റെ അച്ഛൻ. പാലേക്കാരനാടാ, പാലേക്കാരൻ. അപ്പൊ ആസാനം പോലെ തന്നെ എന്ന് വെച്ചാൽ മരപ്പട്ടി കൂട്ട്. എന്താ ഇത്രയും താമസിച്ചത്? ഇന്നലെ ഒരു കഥാപ്രസംഗ പരിപാടി ഉണ്ടായി. തുടങ്ങാൻ ഉദ്ദേശിച്ചത് 10 മണിക്കാണ്. തുടങ്ങിയപ്പോൾ 11 പിന്നെ 12 അവസാനം 1. അതെ, കാണാൻ ഒരാൾ മാത്രമായി. നീ സിമ്പിൾ അടിച്ചോ, പക്ഷെ എനിക്കിട്ടടിക്കല്ലേ. അതാണോ ഇത്രയും വൈകിയത്? വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് പഞ്ചറായി. എന്നിട്ട് സ്റ്റെപ്പിനില്ലായിരുന്നു. സൈക്കിളിന് എവിടെയാണ് സ്റ്റെപ്പിനി? നിങ്ങൾ വായും പൊളിച്ചു നിൽക്കാതെ എങ്ങനെയുള്ള പെണ്ണ് വേണമെന്ന് പറഞ്ഞു കൊടുക്ക. അതെ, പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. ആ പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. നല്ല പൊക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. നല്ല പൊക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. ചെക്കന്റെ കൂടെ ആ പെണ്ണും പോകുമ്പോൾ ആളുകൾ അന്തിച്ച് നോക്കിയിടണം. നല്ലോണം തടി വേണം, അതിനൊത്ത മുടി വേണം, സ്ത്രീധനം വേണ്ടോളം കിട്ടിയിടണം. ഞാൻ അവതരിപ്പിക്കുന്ന പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരിയാണവൾ, സുമുഖിയാണവൾ, സുശീലയാണവൾ, ജാനകിയാണവൾ,
ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്ന പെണ്ണാവണം. അല്ലാതെ എന്നോട് പോരെടുക്കാനെങ്ങാനും വന്നാലുണ്ടല്ലോ. പോരെടുത്താൽ എന്താ കുഴപ്പം? എന്നോട് പോരെടുത്താലവളെ ഉലക്കയ്ക്ക് തലക്കടിക്കും, ഞാൻ തലമണ്ട തല്ലിപ്പൊള്ളിക്കും. എന്നോട് ചൂടായെന്നാലവളെ ചുടുകട്ടയ്ക്കെറിഞ്ഞോടിക്കും, വെള്ളം എടുത്തൊഴിക്കും. പോരെങ്കിൽ പോര്, സ്നേഹമെങ്കിൽ സ്നേഹം, ഏതായാലും രണ്ടിലൊന്ന് നടക്കും. പോരെങ്കിൽ പോര്, സ്നേഹമെങ്കിൽ സ്നേഹം, ഏതായാലും രണ്ടിലൊന്ന് നടക്കും. അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ നാടിന്റെ രോമാഞ്ചമായി പാറിപ്പറന്ന് നടക്കുന്ന ആ യുവകോമളനെ പിടിച്ച് നിങ്ങൾ എന്തിനാണ് പെണ്ണ് കെട്ടിക്കുന്നത്? എന്തിനാണെന്നോ അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഒരു മകനെനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കട വിളി ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ആ ഒരു മകനെനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കട വിളി ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ഏത് പെണ്ണിനെ കണ്ടാലും പിന്നാലെ കൂടണ തങ്കപ്പൻ, നല്ല കണ്ടുകൊണ്ടെന്നാലും വിളിച്ചിരിക്കും തങ്കപ്പൻ. ചെറുക്കിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കെ നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പ്രിയതമേ, നാം കല്യാണ മാമാങ്കത്തിന് പോയി വരട്ടെ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോടോ. ഹലോ, അയ്യോ, ഇന്നത്തെ ഡോഗ് ഷോയ്ക്ക് ഡോഗിനെ കൊണ്ടുവരാൻ പറ്റില്ല. പകരം ഞാൻ ഹസ്സിനെ വിടാം. ഓ, ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമോ? നോ 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 നോ, എന്നെയല്ല, എന്റെ മകളെ. യെസ് യെസ് യെസ്, മൈ ഓൺലി ഡോട്ടർ. ഓക്കേ, ബൈ ബൈ. അയ്യോ, ആരാ അത്? ഞങ്ങളാണ്. ആര് വരൂ? നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ചെറുക്കനെ കൂട്ടരും ഇതാ എത്തിക്കഴിഞ്ഞു. അയ്യോ, പക്ഷെ ഏതാ ഈ ഹനുമാൻ? ആരാണെന്ന് ഈ വാക്കിന്റെ വിക്രിയോട് പുലമ്പിക്കൊടുക്കൂ. അയ്യോ, ഈ നിൽക്കുന്നത് ഹനുമാനല്ല, ഈ നിൽക്കുന്നതാണ് സുഗ്രീവൻ. അതെ, ഇത് തന്നെയാണ് ചെറുക്കന്റെ അപ്പൻ. അയ്യേ, ഇയാളുടെ മകനെ കൊണ്ടാണോ എന്റെ മകളെ കെട്ടിക്കാൻ പോകുന്നത്? അയ്യോ, ഇത് വെറും തന്ത. പക്ഷേ ഇതുപോലല്ല മകൻ. ആ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട രാജാദീരികൾ അവൻ പുഞ്ചിരിക്കുമ്പം ഒരു പയ്യ കാണും ചെറുക്ക ശ്യാമള കോമളൻ വിണ്ട ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട രാജാദീരികൾ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് സമയം കളയാതെ പെണ്ണിനെ വിളിക്കേ. അതിനു മുമ്പ് ചെറുക്കനെ വിളിക്കണം. രാജാതി രാജൻ, ജയാതി മൂക്കൻ, മൂർഖാതി അണലി, ഞാനൂരി മഹാരാജാവിന്റെ സീമന്തപുത്രൻ പട്ടുണ്ണി കുമാരൻ ഇതാ എഴുന്നള്ളുന്നേ. അപ്പാപ്പ പെണ്ണെവിടെ? അപ്പാപ്പനോ? അപ്പ പെണ്ണെവിടെ? അവിടെ വിളിക്കുക. ആ, എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. മോളെ നോക്കി നിനക്ക് വിളി. ഓളോ, ഒന്നിനോ അന്നേ. ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ട സ്ഥിതിക്ക് അവരവിടെ ലാത്തി അടിക്കട്ടെ. നമുക്ക് അപ്പുറത്ത് പോയി ലാത്തി ചാർജ് നടത്താം. നമുക്ക് അപ്പുറത്ത് പോയി ചായ കുടിക്കാന്നാണ് സാറ് പറഞ്ഞത്. കുടിക്കാൻ തളരി വിളക്ക് തെളിഞ്ഞതാണോ, ഇന്നമരം തുളഞ്ഞതാണോ, മാനത്തു നിന്നാലും കണ്ടതാണോ, മാനത്തു നിന്നാലും
ആ ഇനി തന്നെ എന്ത് പറ്റി? പൊള്ളിപ്പോയി. ഇഷ്ടപ്പെട്ടോ? ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ത്? ചായ. അതല്ല, പിന്നെ എന്നെ ഇഷ്ടമായോന്ന്. അയ്യോ നിന്നെ എനിക്ക് ചേട്ടൻ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ പെണ്ണെ, ഞാൻ ചായ കുടിക്കുമ്പോ നിങ്ങളുടെ പട്ടി എന്തിനാ എന്നെ തുറച്ചു നോക്കുന്നത്? അത് പിന്നെ അവന്റെ പാത്രത്തിൽ ചായ കുടിച്ചാ അവൻ ചേട്ടനെ നോക്കാതിരിക്കോ? ഈ ഒന്നും ഒന്നും എത്രയാണ്? എന്നാലേ ഈ രണ്ടിലൊന്ന് ഇപ്പ അറിയണം. ഇവളെ കിട്ടിയാൽ നമ്മുടെ പുത്രന് എന്ത് സൗഭാഗ്യമാണ് കൈവരുന്നത്. പറഞ്ഞു തരാം. നമ്മളൊരു മാർജിൻ ഫ്രീ ഷോപ്പിൽ കയറി ഒരു പേസ്റ്റ് വാങ്ങിയാൽ ഒരു ബ്രഷ് ഫ്രീ, അപ്പോൾ ഒരു ബ്രഷ് വാങ്ങിയാൽ ഒരു സെറ്റ് പല്ല് ഫ്രീ. അതുപോലെ ഈ പെണ്ണിനെ കിട്ടിയാൽ നിനക്ക് കൊണ്ടൊരു കൊച്ചു ഫ്രീ. എനിക്ക് കൊച്ചു ഫ്രീ ഒന്നും പോരാ, എനിക്കൊരു വലിയ ഫ്രീ. എടാ വേണ്ട, ഈ പെണ്ണിനെ കെട്ടിയ ഇവക്കടെ 4 വയസ്സുള്ള ഒരു മുഴുത്ത കൊച്ചിനെ നിനക്ക് ഫ്രീ. അതെ, ഒരു മാർജിൻ ഫ്രീ കുട്ടി ഫ്രീ. നാം സന്തുഷ്ടനായി. നമ്മുടെ കുലമഹിമയ്ക്ക് ചേർന്ന പുത്രവധുവിനെ കിട്ടിയതിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. ആരവിടെ? കൊട്ടാരം നർത്തകിമാർ വരട്ടെ, വാദ്യഘോഷങ്ങൾ മുഴങ്ങട്ടെ, വിവാഹം സമരങ്ങളും കൊണ്ടാടട്ടെ. അതെ, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ കല്യാണം അടിച്ചു പൊളിക്കാം. ഗോവിന്ദ ആല ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടി പാട്ടിന്റെ ഇന്നലെ ഗോവിന്ദ മംഗളത്തിൽ പങ്കെത്തി മംഗളം ഗോവിന്ദ പോലോ സ്ഥാനം നേരം നെഞ്ചിൽ കൊണ്ടാട്ടം.